തവന്നൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി VS ജോയി ഇന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കരയ്ക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് പ്രവർത്തകരും നേതാക്കന്മാർക്കുമൊപ്പം പ്രകടനമായി വന്നാണ് പത്രിക സമർപ്പിച്ചത്. CP ബാവ ഹാജി, M അബ്ദുള്ളക്കുട്ടി തുടങ്ങി UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കൾ സന്നിഹിതരായിരുന്നു. തവന്നൂർ മണ്ഡലത്തിൽ കുടിവെള്ളത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് VS ജോയി പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുള്ളത് UDFിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. തവന്നൂർ നിയമസഭാ മണ്ഡലം രൂപം കൊണ്ടിട്ട് ഇതുവരെ UDFിന് വിജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ തവന്നൂരിൻ്റെ ജാതകം ഞങ്ങൾ തിരുത്തി കുറിക്കും, തവന്നൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ശുഭകരമായ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇനി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ, നിയോജകമണ്ഡല കൺവെൻഷനും മണ്ഡലതല കൺവെൻഷനും കുടുംബസംഘങ്ങളും പരസ്യപ്രചരണവുമായി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നത് അഭ്യർത്ഥിക്കുക. പ്രധാന പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും തവന്നൂരിനെ സംബന്ധിച്ച് തവന്നൂർ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 15 വർഷമായി തവന്നൂർ നിയോജകമണ്ഡലം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കൊടും വേനലാണ്, കുടിവെള്ളമാണ് തവന്നൂരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വെള്ളം സർവത്ര, പക്ഷേ തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞ ഒരു സാഹചര്യം, അത് തവന്നൂർ മണ്ഡലത്തിലെ ഒരു സാഹചര്യത്തെ നോക്കി പറഞ്ഞ ഒരു മൊഴിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാരതപ്പുഴയുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ട്. പക്ഷേ ചമ്രവട്ടം പാലം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അത് തവന്നൂരിൻ്റെ ആ പ്രദേശത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. പക്ഷേ ആ ചമ്രവട്ടം പാലം അഴിമതി പാലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തവന്നൂരിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖമായി ഈ ചമ്രവട്ടം പാലം മാറിയിരിക്കുക. ചമ്രവട്ടം ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കൊടിയ അഴിമതിയാണ്, കോടികളുടെ അഴിമതിയാണ്. ആ നാട്ടിലെ കർഷകരുടെ, സാധാരണക്കാരുടെ ജീവൽ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ആ ചമ്രവട്ടം പദ്ധതി അത് ഫലവത്തായിട്ടില്ല. അതൊരു കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാക്കി മാറ്റിയതാണ് ഏറ്റവും വലിയ വിഷയം. കുടിവെള്ളവും ചമ്രവട്ടം പാലവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. പിന്നെ ആ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. സ്നേഹതീരം പാർക്ക് ഒരു ശ്മശാന സ്മാരകമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. അഴിമുഖവും സ്നേഹതീരവും കർമ്മ റോഡും ഒക്കെ ബന്ധപ്പെട്ട് വലിയ സാധ്യതകളുള്ള ഒരു ടൂറിസം കോറിഡോറിന് ഒരുപാട് അനന്തമായ സാധ്യതകളുണ്ട്. ചിലപ്പോൾ പെരുന്നാൾ ദിനം കാറ്റുകൊള്ളുന്നതിന് വേണ്ടി, കാഴ്ച കാണുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ നിന്നും പുറം ജില്ലയിൽ നിന്നുമൊക്കെ 10,000-ങ്ങളാണ് നമ്മുടെ ഈ തീരപ്രദേശത്തേക്ക് ഒഴുകിയത്. അപ്പോൾ അവർക്ക് കാറ്റുകൊണ്ട് കൺകുളിർക്കെ കാഴ്ച കാണാൻ കഴിയുന്ന നിരവധിയായ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ കഴിയും. പ്രകൃതി കനിഞ്ഞേകിയ ആ പദ്ധതികൾ ഫലവത്താക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ തിരൂർ, നമ്മുടെ പൊന്നാനി താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന തവന്നൂർ പാലം ഉൾപ്പെടെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ തവന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. ഏറ്റവും വലിയ വിഷയം ചമ്രവട്ടവും കുടിവെള്ളവുമാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ കഴിഞ്ഞ 15 വർഷമായി തവന്നൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ സഫലമായിട്ടില്ല. അത് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ ദുരിതമുണ്ട്. ആ ദുരിതത്തിനും ഒരു അറുതി വരണം. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണം. അതിന് തവന്നൂരും തിരുത്തണം. തവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തി എഴുതും. UDFിന് വലിയ വിജയം ഉണ്ടാകുന്ന തരത്തിലേക്ക് ജനവിധി ഞങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയാണ്.